ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. കാലങ്ങളായി റഷീനയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ വിട്ടിട്ട് കുറേ കാലങ്ങളായി. എന്താ ചെയ്യുക, സാഹചര്യം. ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാൾ വ്ലോഗാണ് കേട്ടോ. നമ്മുടെ ഇക്കതാ ഞാൻ പല്ലേച്ചെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇക്ക വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എവിടേക്കാണെന്ന് ചോദിച്ചല്ലേ, ചിക്കൻ വാങ്ങാനാണ് കേട്ടോ. ചിക്കൻ കടയിൽ തിരക്കുണ്ടാവും, ഞാൻ പോകുന്നേ പറഞ്ഞ് ആള് വണ്ടി എടുത്ത് ഓടിയിരിക്കും. ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, പോയി നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും ആ നേരം വെളുത്തു. നമ്മുടെ അടുപ്പിലാണ് ഇന്ന് ബിരിയാണി വെക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം നേരത്തെയാണ് നമ്മുടെ ഇടങ്ങേറ്. വെള്ളമില്ല വീട്ടിൽ, വെള്ളം വളരെ കമ്മിയാണ്. അപ്പോൾ നമ്മുടെ ഈ കിണറ്റിൽ നിന്നാണ് നമ്മൾ അത്യാവശ്യത്തിന് വെള്ളങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. വെയിൽ ഒരു 7:30 ആകുമ്പോഴേക്കും വെയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം വേഗം കോരാന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കുട എടുത്ത് വന്ന്, പിന്നെന്താ മക്കളൊന്നും എണീച്ചില്ല. നല്ല സുഖമായിട്ട് ഉറങ്ങണം. പള്ളിയിൽ പോകണ്ടേ, വീഡിയോ എടുക്കണ്ടേ, ഫോട്ടോ എടുക്കണ്ടേ, എണീക്കിന്ന് പറഞ്ഞ് അവരെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഇക്കാക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട്. ഇറച്ചി കഴുകല്, ബീഫാണ് ഇന്ന് വാങ്ങി. ഇക്കാൻ്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണിയും ചില്ലി ചിക്കനും ആണ് കേട്ടോ. എനിക്ക് ഇറച്ചി കഴുകാൻ ഇഷ്ടമല്ല, മടിയാണ്. അതുകൊണ്ട് ഇക്കാരെ ഏൽപ്പിച്ചു. അങ്ങനെ വന്ന് ഉള്ളിയൊക്കെ ഞാൻ തലേ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം ഞാൻ തൊലിച്ച് റെഡിയാക്കി വെച്ചു. കാരണം രാവിലെ എണീച്ച് ഒന്നിന് സമയം കിട്ടില്ല. ഗ്യാസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അടുപ്പിലായതുകൊണ്ട്. അപ്പോഴേക്കും രണ്ടാളും പാടതാ 100 രൂപയും കൊണ്ട് ഓടി വരുന്നു. എൻ്റെ വാപ്പ വന്ന് പെരുന്നാൾ പൈസ കൊടുത്തിട്ട് പോയി കുട്ടികൾക്ക്. ഈ പണി എന്തെന്നല്ലേ, നല്ല വെയിൽ വരുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പച്ച തുണിയല്ല കേട്ടോ, പച്ച എന്താ പറയുക, അതെന്തോ അത് അവിടെ കെട്ടിയിട്ടോ ഇക്ക് ഞാനും പാടെ. അപ്പോൾ വെയിൽ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ദാ ഇവരിവിടെ കുളിച്ച് റെഡിയായി. ഫൈക്കുട്ടനെ ഇക്ക ഒരുക്കലൊക്കെ കഴിഞ്ഞു. ദാ സെന്റ് തേക്കുകയാണ്. ഫൈക്കുട്ടന് ഇഷ്ടപ്പെട്ട പോലെ തന്നെ പാൻറ്റും ഇതൊക്കെ കിട്ടി. അപ്പോൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഉമ്മയ്ക്കാൻ വരികയാണ് കേട്ടോ. പള്ളിയിൽ പോകുമ്പോൾ ആൾക്ക് പാൻറ്റ് വാങ്ങിയത് നല്ല ഇഷ്ടപ്പെട്ടു. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ കിട്ടിയെന്നാണ് കേട്ടോ പറയുന്നത്. പോകുമ്പോൾ ദാ ഷൂ ഇടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എല്ലാവരും കേൾക്കണം കേട്ടോ. അവൻ പറഞ്ഞ മറുപടി ആരെങ്കിലും എടുത്തോണ്ട് പോവോ? അങ്ങനെ അവൻ ടാറ്റിയും ഉമ്മയൊക്കെ തന്നതാ പള്ളിയിലൂടെ. എത്ര ഉമ്മ വെച്ചാലും പോരാ, നല്ല സന്തോഷത്തിലായി. വേറെ നല്ല ഇഷ്ടപ്പെട്ട പാൻറ് കിട്ടി, അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ടാറ്റിയമ്മയൊക്കെ പറഞ്ഞതാ പോവണം. പൊന്നൂസിനെ കാണണ്ടേ. പൊന്നൂസ് രാവിലെ വെച്ച് പല്ലും തേച്ച് കുളിക്കാൻ പറഞ്ഞ് കേൾക്കാതെ അതാ ആടുന്ന 2 കാലുകൾ അവളുടെ കേട്ടോ, ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളോട് പറയുമ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നില്ലല്ലോ പറയണേ. എന്നിട്ട് രാവിലെ 2 ചീത്തയൊക്കെ കൊണ്ട് പള്ളിയിൽ പോയില്ലെങ്കിൽ രാവിലെ നേരത്തെ കുളിക്കണം ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഓക്കെ ഞാൻ ഇപ്പം കുളിക്കാം, ഇവര് വണ്ടി എടുത്ത് പോയാൽ ഞാൻ കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞ് അത്ര സമയം എനിക്ക് ആടണം എന്ന് പറഞ്ഞ് ആടിക്കൊണ്ടിരിക്കട്ടോ. അങ്ങനെ ഇതാ വൈമൂന് എത്ര ഉമ്മ തന്നിട്ടും പോരാ, പള്ളിയിൽ പോവിടുമാ ഞാനെന്ന് പറഞ്ഞ് ഭയങ്കര പൊലിവിലാണ്. അവിടെ പോയിട്ട് ഉമ്മ തരി തന്നെ. അപ്പം ടാറ്റയൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ട് ഇനിയിപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഇനി കുളിച്ച് വേഗം നിസ്കരിച്ചിട്ട് വേണം പണി തുടങ്ങാൻ. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്ന് എങ്ങനെയുണ്ട് ഇതായിരുന്നു കേട്ടോ എൻ്റെ ടോപ്പിൻ്റെ താത്ത എടുത്തെന്നാണ്. അല്ലാതെ എനിക്ക് ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ. കുട്ടികൾക്കും എടുത്ത് ഇക്കാക്ക് പിന്നിക്കാനോ ഓണർ എടുത്തു കൊടുത്ത്. അങ്ങനെ ദാ പണികൾ തുടങ്ങാൻ പോകുന്നു. ആദ്യം തന്നെ വിറകും കോലൊക്കെ എടുത്തിട്ട് തല്ലാനൊന്നല്ല കേട്ടോ, കത്തിക്കാനാണ്. ഗ്യാസ് ഇല്ല മക്കളെ, ഭയങ്കര ഇടങ്ങേറലാണ് കേട്ടോ. ഗ്യാസ് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇതുപോലെ ഇടങ്ങേറാവുണ്ടോ? എനിക്ക് 2 കുറ്റി ഉണ്ട്, പക്ഷെ എൻ്റെ ഒരു കുറ്റി എൻ്റെ വീട്ടിലും അന്ന് പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു കുറ്റി ഞാനും ഒരു കുറ്റി വീട്ടിൽ നിന്നും അങ്ങനെയാട്ടോ എടുത്തത്. അത് കാരണം അവർ കഴിഞ്ഞ മാസം 24-ാം തീയതി നിറച്ചത് കൊണ്ട് എനിക്ക് ഇനി അടുത്ത മാസം 10-ാം തീയതി കഴിഞ്ഞിട്ട് എനിക്ക് കുറ്റി ഇട്ടുള്ളൂ. അതുവരെ ഞാൻ ഇടങ്ങേറാവും. അവർ പള്ളിയൊക്കെ കഴിഞ്ഞതാ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഉള്ളി മുറിച്ച് കാര്യങ്ങളൊക്കെ ചതക്കലൊക്കെ രാത്രി തന്നെ ഞാൻ ചെയ്തു വെച്ചു. രാവിലെ ടൈം കിട്ടില്ല, കാരണം ഒരടുപ്പല്ലുള്ളൂ, അതിൽ വെച്ച് ആവുമ്പോഴേക്കും എന്തായാലും ടൈം ആവും. അപ്പോൾ ചതക്കലും എല്ലാം തന്നെ നേരത്തെ ചെയ്തു വെച്ചു. ഇനിയിപ്പോൾ ഓരോരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അപ്പപ്പോൾ ഓടണ്ടെന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പത്തിൽ എടുത്തെടുത്ത് വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ വല്ലാത്ത ഇടങ്ങാറാണ് ഈ വെളിയിൽ പണിയെടുക്കുമ്പോൾ. നമ്മൾ സാധനങ്ങൾ ഉള്ളിലും അല്ലേ, ഓരോന്നിനും. പിന്നെ പൊന്നൂസിനെ എങ്ങനെ പൊന്നൂസേ വിളിക്കണം. അവളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടാവും, അവൾക്ക് ദേഷ്യം വരും. അതിനേക്കാൾ എല്ലാം ആദ്യം കൊണ്ട് നിരത്തി വെക്കട്ടെ ഞാൻ, എന്നിട്ട് നമുക്ക് ബിരിയാണി വെപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ഇക്കാനോട് ഷർട്ട് അഴിച്ചു വെച്ചോന്ന് പറഞ്ഞു. ഇക്കാക്ക് സങ്കടം, അടുപ്പിലല്ലേ തീ കത്തില്ലേ ഇടങ്ങേറാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കത്തിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പൊന്നൂസ് വന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്. ഈ ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഇതെൻ്റെ ഉമ്മ വാങ്ങിത്തന്ന
അരി കേട്ടോ. അതിൽ 2.5 കിലോന് അരി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മൊത്തം വെക്കണോ, ആരൊക്കെ വരും എന്നായിരുന്നു എൻ്റെ ചോദ്യം. പിന്നെ ഞാൻ പറഞ്ഞു ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും ഇവിടെ ചോറ് ബാക്കി വന്നാൽ ഞാൻ വെറുതെ വിടില്ല, ഞാൻ കഷ്ടപ്പെട്ട് അടുപ്പിലാണ് വെക്കുന്നത്, ഇത്രയും വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും സംശയം മാറുന്നില്ല കേട്ടോ. ഇക്ക പറഞ്ഞു വെച്ചോ, കുഴപ്പമില്ല, വെക്കണം എന്തായാലും, അതൊന്നും ഇനി എടുക്കാനൊന്നും നിൽക്കണ്ട പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ട് നിരത്തി വെച്ച് ഐശ്വര്യമായിട്ട് ഇക്ക അതാ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ അടുപ്പൊരു പ്രത്യേകതയാണ്. ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എൻ്റെ ഈ അടുപ്പ്, കാരണം ഞാൻ ഉണ്ടാക്കിയ ഒരു അടുപ്പാണിത് കേട്ടോ. നമുക്ക് ഇതുപോലെ എപ്പോഴും നമുക്ക് ഗ്യാസിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു അടുപ്പ് വേണം. അങ്ങനെ ഒരു ചൂട്ടടുപ്പ് വാങ്ങിച്ച് കല്ലൊക്കെ വാങ്ങിച്ച് ഞാൻ തന്നെ നിർമ്മിച്ചെടുത്ത എൻ്റെ അടുപ്പാണിത്. അപ്പോൾ ഒരു സൈഡിലോട്ട് ചരിവാണത്. അപ്പോൾ അതിനൊരു പാളിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട്. കാരണം ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒരു സൈഡ് വേഗം കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പാളി വെച്ച് ഒക്കെ സെറ്റാക്കി തന്ന് എണ്ണയൊക്കെ ഒഴിച്ച് ഇനി ബീഫ് ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. ബിരിയാണിയൊക്കെ ഞാൻ വെക്കും കേട്ടോ. എനിക്ക് അറിയാത്ത ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പത്തിരി ഉണ്ടാക്കിയാൽ ശരിയാവുന്നില്ല. കുറെ ഞാൻ ശ്രമിച്ചു നോക്കി, വേറെ എല്ലാം വെക്കും, ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ പത്തിരി മാത്രം ഞാൻ ഉണ്ടാക്കിയാൽ റെഡിയാവുന്നില്ല. അത് മാവ് വാട്ടുന്നതിൻ്റെ പ്രശ്നമാണോ, കുഴയ്ക്കുന്നതിൻ്റെ പ്രശ്നമാണോ, എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ ബിരിയാണി പണി തുടങ്ങുന്നു. നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ. പച്ച കെട്ടിയപ്പോൾ നല്ല, എന്നിട്ട് ഞാൻ കാനോട് പറയുന്നു നന്നായി, ഇന്നിപ്പോൾ ഇത് ചെയ്തത് നന്നായി. എല്ലാം കണ്ടല്ലോ, ഏകദേശം ഒരു 7:45 സൂര്യൻ ഉദിക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറകിൽ നിന്നാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ചാൽ അത്ര ചൂടാ. നല്ല റൗണ്ടിൽ ആള് തിളങ്ങിക്കൊണ്ട് അവിടെ നിന്ന് അടിയിന്ന് അങ്ങനെ വരും കേട്ടോ, ഉരുകും. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യല് വേഗം ബാക്കിലെ പണിയൊക്കെ കഴിച്ച് അങ്ങനെ ഉള്ളിലോട്ട് കയറലാണ് എപ്പോഴും ചെയ്യല്. ക്ലാസ്സിൽ പോകുമ്പോൾ ആണെങ്കിലും നേരത്തെ എല്ലാം ചെയ്യും, കാരണം വെയിലത്ത് അവിടെ തീരെ നിൽക്കാൻ പറ്റൂല. പക്ഷെ ഇത് ചെയ്തപ്പോൾ നല്ല ആശ്വാസം ഉണ്ട്. ചൂടെന്ന് പറഞ്ഞ ഒരു ജാതി പുഴുങ്ങല് ഉണ്ട്, പക്ഷെ എന്നാലും വെയിലിങ്ങനെ അടിക്കുന്നില്ല. അതുകൊണ്ട് നിന്ന് പണിയെടുക്കാൻ പറ്റിട്ടോ എന്തായാലും സമാധാനത്തില്. അങ്ങനെ ഇക്ക കൂടെ തന്നെ ഉണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്തോളാന്ന് പറയാം. പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഇക്കാക്ക് പുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ണിന് പറ്റില്ല. അതാണ് ഇക്ക ഗ്ലാസ് ഇട്ടിട്ട് തന്നെ നിൽക്കുന്നത്. ഞാൻ എന്നിട്ട് പറഞ്ഞു മാറി നിന്നോ, കാരണം ഈ ഇടയ്ക്കാണ് കണ്ണിന് ഇൻഫെക്ഷൻ വന്നിട്ട് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി 10,000-2,000 രൂപ ചിലവാക്കിയിട്ടാണ് ആ കണ്ണൊന്ന് പെട്ടെന്നൊന്ന് ക്ലിയർ ആക്കിയിട്ട് വന്നത്. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള ഇടങ്ങേറ് വരുത്തണ്ട, മാറി നിൽക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടും ഇക്ക മാറി നിന്നില്ല. ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്, പ്രശ്നമില്ല പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇക്ക ഓടിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ ഗ്യാസ് വണ്ടി വന്നു. തരുമോന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ ആൾ ഓടിയതാണ് കേട്ടോ. പക്ഷെ ഓടി സ്പീഡിൽ തിരിച്ചു വരികയാണ് ഞങ്ങൾ കണ്ടത്. അവർ തരില്ലെന്ന് പറഞ്ഞ് എന്തായാലും ബുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. ഒരു ദിവസം അപ്പോഴേക്കും സുന്ദരി കുട്ടിയായി വന്ന് തലകെട്ടെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല. എൻ്റെ വലിയൊരു കമ്മലൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് ആള് മോഡലാണെന്ന് പറഞ്ഞിട്ട് തലകെട്ട് പറഞ്ഞപ്പോൾ ഇമ്മ ഫോട്ടോ ഒന്നും എടുക്കില്ലല്ലോ, ഇമ്മ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഫോട്ടോ എടുക്കുള്ളൂ, അപ്പം ഞാൻ തല കെട്ടിക്കോളാന്ന് പറഞ്ഞു അവള് ടിവിയുടെ മുമ്പിൽ പോയി ഇരുന്നിട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഉള്ളിയൊക്കെ ഇട്ട് ഇളക്കുന്നുണ്ട്. ഇത്ര 2.5 കിലോ ഞാൻ വെച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ എപ്പോഴും വെക്കുന്നത് ഞങ്ങൾ 1 കിലോ, ഞങ്ങൾക്ക് അത് മതിയല്ലോ, 1 കിലോനെ അരിയെ വെക്കുള്ളൂ. ഇന്ന് നമ്മൾ 2.5 കിലോ അരിയാണ് ബിരിയാണി വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുടുംബത്തോടെയാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. ഒരാൾക്ക് പുക കൊണ്ട് മതിയാവുമ്പോൾ അടുത്ത ആൾ വരും ഇളക്കാൻ, ഒരാൾ മതിയാവുമ്പോൾ അടുത്ത ആൾ വരും. ഫൈക്കുട്ടനെ മാത്രം ഇവിടേക്ക് അടുപ്പിച്ചില്ല. ഫൈക്കുട്ടനെ ഒരുപാട് പറഞ്ഞു, അവനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ ഇളക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാരണം എന്താ വെച്ചാൽ ശരിയാവൂല, ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് മറ്റേ ചരിയെ മറിയ ചെയ്ത് ആകെ ഇടങ്ങേറാവും. അപ്പൊ നമ്മുടെ ഇത് ചേർത്തത് ബീഫ് മസാലയാണ് കേട്ടോ, ചിക്കൻ മസാല ഇട്ടില്ല ഞാൻ, ബീഫ് മസാലയാണ് ബിരിയാണിയിൽ ഇട്ടത്. എൻ്റെ പഠിച്ചോനെ ചൂട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ആലോചിച്ചു, നമ്മുടെ നാട്ടിലും ഏകദേശം ചില ഹോട്ടലൊക്കെ അടച്ചിട്ടു കേട്ടോ ഗ്യാസ് ഇല്ലാണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പോ ഈ ഒരു അടുപ്പെങ്കിലും ഉണ്ടായപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഇതും കൂടെ ഇല്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ത് ചെയ്യും ഈ ഫ്ലാറ്റിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഈ ഗ്യാസ് ഇല്ലെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും? ഹോട്ടലിൽ നിന്ന് വാങ്ങി തിന്നാ പറഞ്ഞാൽ ഹോട്ടലും ഇല്ല. അയ്യോ വല്ലാത്ത കഷ്ടമാണ് കേട്ടോ, അതൊക്കെ ഒന്നും തീരുന്നില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നത്തിലാവും എല്ലാവരും. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് അരി ഇടാൻ പോവുകയാണ് കേട്ടോ.
അപ്പോഴേക്കും നമ്മൾ സ്റ്റാൻഡിൽ കുറച്ച് വെച്ച് വീഡിയോ എടുക്കും, ഇക്കാൻ്റെ അടുത്ത് കൊടുക്കും, കുഞ്ഞുവിൻ്റെ അടുത്ത് കൊടുക്കും. പിന്നെ സ്റ്റാൻഡിൽ നമുക്ക് ബാക്കിലൊന്നും അധികം സ്ഥലമില്ലാത്തത് കൊണ്ട്, അടുപ്പിൻ്റെ ബാക്കിലൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് സ്റ്റാൻഡിലൊക്കെ വെച്ചെടുക്കുമ്പോൾ റിസ്ക് ആണ് കേട്ടോ. പിന്നെ ഫൈക്കുട്ടൻ അതിഥിയും ഓടും, ആകെയുള്ള ഒരു ഫോണാണ്, അതും മറ്റേ തട്ടി അങ്ങോട്ട് വീണ പോയി. അതാ ഫൈക്കുട്ടൻ വന്നിട്ടുണ്ട് 100 രൂപയും പിടിച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പോവപ്പാ എന്ന് പറഞ്ഞിട്ട്, അയ്യോ ഇപ്പോൾ വയ്യാന്ന് പറഞ്ഞ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ബിരിയാണി ദമ്മിട്ട് മക്കളെ, അതാ ദമ്മിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, ഇതാ ചില്ലി ഉണ്ടാക്കുന്നു. ഒക്കെ അടുപ്പിൽ തന്നെയാണ്. അപ്പോഴേക്കും ഇതാ ചില്ലി കോരാനിരിക്കുന്നത് എന്താണെന്നറിയോ, അവൻ വന്നതാണ് ചില്ലി തിന്നാൻ വേണ്ടിയിട്ട് കരണ്ടി കൊണ്ട്. അപ്പോൾ ഇക്ക അത് വാങ്ങിച്ചിട്ട് ഞാൻ കോരിത്തരാൻ ആവട്ടെ എന്ന് പറഞ്ഞ് കരണ്ടി പിടിക്കുന്നതായിരുന്നു കേട്ടോ. ടാസ്ക്, എൻ്റെ എപ്പോഴുമുള്ള ടാസ്ക്കാണ് ഈ പാത്രം കഴുകൽ. അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് അവർ ജുമാ കഴിഞ്ഞ് വന്ന് ഞങ്ങളിതാ ചോറൊക്കെ വിളമ്പി മന്നം വരികയാണ്. നടന്നിട്ട് നമ്മുടെ ബീഫ് ബിരിയാണി, തൈര്, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പുതിന ചമ്മന്തി, പിന്നെ ചില്ലി ഉണ്ട് കേട്ടോ. പിന്നെ അച്ചാർ വാങ്ങിയിട്ട് വന്നു. ഇക്കാക്ക് കണ്ണുമാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്, അത് കൊണ്ടുവന്നു. പിന്നെന്താ നൊങ്ക് ജ്യൂസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ ഒരു കടയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. 3 ഗ്ലാസ് 1 ലിറ്റർ കുപ്പിയിൽ ഒഴിച്ചിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ചില്ലിയിൽ ഇടാനും ഉള്ളി മുറിച്ചില്ല, അത് മറന്നുപോയി. ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇവർ ജുമാക്കും പോയപ്പോൾ വെയ്യെന്ന് പറഞ്ഞ് പൊന്നൂസ് ടി വിയും കണ്ടിരുന്നു, ഞാൻ വെയ്യെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ പോയി കിടന്നു. അങ്ങനെ ഇതാ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വൈമു പറയുന്നുണ്ടോ, മദ്യമ്മാൻ്റെ വീട് വിട്ടിട്ട് വായോ നമുക്ക് ഫുഡ് കഴിക്കാൻ വിശന്ന്, കാരണം സമയമായിട്ടോ. ഞങ്ങൾ ഇക്കാൻ്റെ ഫ്രണ്ട് വരുന്നു പറഞ്ഞ് ഞങ്ങൾ കുറച്ച് കാത്തിരുന്നു. പിന്നെയാണ് അവർ വിളിച്ച് വൈകുന്നേരത്തെ വരുള്ളൂ, ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കൊച്ചു ഫാമിലിയിലെ പെരുന്നാൾ വിശേഷം. ഇത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ പുറത്തൊന്നും പോകലും ഒന്നും തന്നെ ഇല്ല ഇപ്രാവശ്യം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക, മാക്സിമം പറ്റണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴും പറയും പോലെ ഞാൻ പറയുന്നു, വീഡിയോസ് ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും ഞാൻ കുറച്ച് അതിനനുസരിച്ച് പ്രശ്നങ്ങൾ വന്നു, എല്ലാം നമുക്ക് എല്ലാവരുടെയും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ പലതൊന്നും ഒഴിഞ്ഞു മാറി പോകുന്നത്. പക്ഷേ ഇത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിലെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണം, വീഡിയോസ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ പടച്ചവൻ്റെ കയ്യിൽ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ.